ഞങ്ങളുടെ ഒരു മാരീഡ് ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്നറിയോ? ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇതുപോലൊരു പേപ്പറും പെന്നും ഒക്കെ എടുത്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒന്ന് എഴുതി വെക്കും. എന്നിട്ട് അതിൽ വരാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ നമ്പേഴ്സും ഒന്ന് എഴുതും. എന്നിട്ട് ആ അനാലിസിസിൻ്റെ ബേസിൽ ഒരു ഡിസിഷൻ എടുക്കും. ഒബ്വിയസ്ലി നമ്മുടെ ഫ്രണ്ട്സ് ക്ലോഡും GPT-യും ഒക്കെ നമുക്ക് ഹെൽപ്പിനുണ്ടാവും. ചിലപ്പോൾ ഈ എടുക്കുന്ന ഡിസിഷൻ തെറ്റുമായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഡെയിലി റണ്ണർ കാർ വാങ്ങണമെന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തു ആ കാർ വാങ്ങിയാൽ അതിൻ്റെ രജിസ്ട്രേഷൻ പ്ലസ് അതിൻ്റെ ഫ്യൂവൽ കൺസപ്ഷൻ ഇതെല്ലാം കൂടി പ്രൈമറി കാറിൻ്റെ ഡിപ്രിസിയേഷനിൽ ടാലി ആകുമോ, അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരിക എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ അവസാനം സെക്കൻഡറി കാർ വാങ്ങണ്ടെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷേ പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആ ഡിസിഷൻ തെറ്റായിരുന്നു എന്ന്. ഞങ്ങളൊരു വർഷം കഴിഞ്ഞപ്പോൾ കാർ വാങ്ങി. അങ്ങനെ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നെങ്കിൽ പോലും എന്നെപ്പോലെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ 100 പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അത് തെറ്റാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിഗ്രറ്റ് ഒന്ന് കുറയ്ക്കാനും, കാരണം നമ്മൾ ഒരുപാട് ആലോചിച്ചെടുത്ത ഡിസിഷൻ ആണല്ലോ, നമുക്കന്ന് നമ്മുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ഞങ്ങളൊരു പെർഫെക്റ്റ് കപ്പിളാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങൾക്കും സിങ്കായി പോകുന്ന പോയിൻറ്സും ഉണ്ട്, ചേരാത്ത പോയിൻറ്സും ഉണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ഒന്നുമല്ല. നിങ്ങൾക്കിങ്ങനെ കാൽക്കുലേഷൻസ് നമ്പേഴ്സും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇറ്റ്സ് സോ സാറ്റിസ്ഫൈയിങ്.